മഴയും മണ്ണിടിച്ചിലും ഒക്കെ വാർത്തകളാവുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ. ശിരൂർ ദുരന്തത്തിന് നാളെ 1 വർഷമാവുകയാണ്. കനത്ത മഴയിൽ കുന്നിടിഞ്ഞ് ഉണ്ടായ അപകടം അത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അടക്കം 8 പേരാണ് അന്ന് മരിച്ചത്. സമാനതകളില്ലാതെ നമ്മൾ 72 നാളാണ് അർജുന് വേണ്ടി ആ ദൗത്യം തുടർന്നത്. ഒടുവിൽ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ആ ട്രക്കൊക്കെ കണ്ടെടുത്തത് നമ്മളുടെ ഓരോരുത്തരുടെയും കണ്ണിൽ ഇപ്പോഴും ഉണ്ട്. മാധ്യമങ്ങൾ ഉയർത്തിയ ഒരു കടുത്ത സമ്മർദ്ദം, അതിന് പിന്നാലെയാണ് ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ നടത്തുകയും ഈ മൃതദേഹം കണ്ടെത്താൻ കഴിയുകയും ചെയ്തിട്ടുള്ളത്. AK അഭിലാഷ് ഉണ്ട് ശിരൂരിൽ ഓർമ്മ പുതുക്കാനായി. അഭിലാഷ്, ഒരിക്കലും മറക്കാനാകില്ല ആ സ്ഥലം. അഭിലാഷ് അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഇപ്പോഴും മനസ്സിലൊരു പിടച്ചിലാണ്. അന്ന് നമ്മൾ അർജുന് വേണ്ടി രാവും പകലും ഇല്ലാതെ അവിടെ നിന്നതൊക്കെ നാളുകൾ ഓർത്തെടുക്കുകയാണ്. എന്താണ് അവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ തോന്നുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയപാത നിർമ്മാണത്തിൽ അപാകതയാണ് ദുരന്തത്തിന് വഴിവെച്ചത് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. റിപ്പോർട്ടുകൾ എന്ത് തന്നെയായാലും ശിരൂർ നമുക്കൊരു പാഠമാണ്, അല്ലേ? തീർച്ചയായിട്ടും വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഈ മണ്ണിൽ വീണ്ടും വന്ന് നിൽക്കുമ്പോൾ ഉള്ളിലൊരു വിങ്ങലുണ്ട്. കാരണം നമ്മളന്ന് 72 ദിവസങ്ങളോളാണ് ഇവിടെ ഒരു പോരാട്ടം നടത്തിയിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ അന്നത്തേതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ കനത്ത മഴ പെയ്യുന്നു. അതോടൊപ്പം തന്നെ ഗംഗാവലി പുഴയിലേക്ക് നോക്കുകയാണെങ്കിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ചുവന്ന് കലങ്ങി മറിഞ്ഞിരിക്കുന്ന വെള്ളമാണ്. അതായത് ആശങ്കപ്പെടുത്തുന്ന അന്നത്തെ അതേ ഒരു സാഹചര്യം വീണ്ടും സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്നെയുള്ള ജലനിരപ്പും അതോടൊപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെ വരുന്നു എന്നതാണ്. ഇതിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന ആ മൺകൂനകൾ അന്നും നമ്മളെ ആശങ്കപ്പെടുത്തിയിരുന്നതാണ്. കാരണം അന്നും ഈ അർജുൻ്റെ വണ്ടി, ഈ ട്രക്ക് ഈ മൺകൂനയിലാണോ എന്നടക്കമുള്ള സംശയങ്ങൾ അന്ന് ഉയർന്നിരുന്നു. ഏതായാലും ഇതിനോട് അടുത്തുള്ള സ്ഥലത്ത് വെച്ച് തന്നെയാണ് അർജുൻ്റെ വണ്ടി കണ്ടെത്തുകയൊക്കെ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ കുന്നുകളിലേക്ക്, ശിരൂർ കുന്നുകളിലേക്ക് നോക്കിയാൽ കാണാം, അന്നുണ്ടായിരുന്ന എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ആ കുന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവിടെ ആ വെള്ളം ഒഴുകി ഇപ്പോഴും വരുന്നുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ മണ്ണെടുത്ത് കുന്ന് ഇടിച്ചുകൊണ്ട് മണ്ണെടുത്ത ആ നിലയിൽ തന്നെ ആശങ്കപ്പെടുത്തുന്ന നിലയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലടക്കം ദേശീയപാത നിർമ്മാണം നടക്കുമ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്ന, നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്ന കാര്യം ശിരൂർ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം വലിയ തരത്തിൽ വെള്ളം മഴ പെയ്യുകയും അതോടൊപ്പം തന്നെ കുന്നിടിഞ്ഞ് താഴെ വീഴുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ പോലും കേരളത്തിലും ഇതിന് സമാനമായ ഒരു നിലയിൽ തന്നെയാണ് ദേശീയപാത നിർമ്മാണം ഇപ്പോഴും നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നൊരു 15-ാം തീയതിയാണ്. 15-ാം തീയതി അന്ന് 27 സെൻറ്റിമീറ്ററോളമാണ് അന്ന് മഴ പെയ്തത്. കനത്ത മഴ എന്ന് വേണം പറയാം. അത്തരത്തിൽ 27 സെൻറ്റിമീറ്റർ മഴ പെയ്യുന്നു. പിറ്റേന്ന് രാവിലെ, അതായത് 16-ാം തീയതി പുലർച്ചയോടുകൂടിയ 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഇവിടെ ഉണ്ടാകുന്നത്. കാരണം അത്രയും ശക്തമായ മഴ പെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ആ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ നിസ്സംഗതയോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം അടക്കം അന്ന് നമ്മൾ കണ്ടതാണ്. കാരണം നമ്മളിവിടെ വരുന്ന സമയത്ത് രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ആ നിസ്സംഗതയ്ക്കെതിരെയായിരുന്നു നമ്മളൊരു പോരാട്ടം നടത്തിയത്. വലിയ തരത്തിലുള്ള പോരാട്ടമായിരുന്നു. ആദ്യഘട്ടത്തിൽ നമ്മളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നെങ്കിൽ പോലും നമ്മൾ ആ നിലപാടിൽ ഉറച്ചു നിന്നോടുകൂടി തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയുള്ള രക്ഷാദൗത്യമാണ് ഇവിടെ പിന്നീട് നടന്നത്. പല ഘട്ടങ്ങളായി 4ഓളം തവണയാണ് ഇവിടെ നമ്മൾ വീണ്ടും വരികയും ഇവിടെ രക്ഷാദൗത്യം പുനരാരംഭിക്കുകയും ചെയ്തത്. ഏതാണ്ട് 72-ാം ദിവസമാണ് നമുക്കൊക്കെ കേരളക്കാർക്കാകെ പ്രിയങ്കരനായ അർജുൻ്റെ മൃതദേഹം ഇവിടുന്ന് കണ്ടെത്താൻ കഴിഞ്ഞ, ട്രക്ക് അടക്കം ഇവിടുന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുപോയത് നമ്മുടെ ഒരു വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. അത് ഒരു അനുസ്മരണ, അല്ലെങ്കിൽ അതൊരു ഓർമ്മ പുതുക്കൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വിനീത, ശരി, ഏതായാലും അവിടുത്തെ സാഹചര്യങ്ങൾക്കൊന്നും മാറ്റമില്ല എന്നാണ് അഭിലാഷ് ഈ 1 വർഷത്തിന് ശേഷവും അവിടെ ശിരൂരിലെത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. അർജുൻ അടക്കം 8 പേരാണ് അന്ന് അവിടെ ജീവൻ പൊടിഞ്ഞത്. ഓക്കെ അഭിലാഷ്, ഒരു വിങ്ങലുണ്ട് മനസ്സിൽ ഈ വാർത്ത വായിക്കുമ്പോഴും. ഏതായാലും തിരിച്ചെത്താം. ഒരുപക്ഷെ അരുൺ സാറിനായിരിക്കും കൂടുതൽ അഭിലാഷുമായി കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുക. അദ്ദേഹവും അവിടെ എത്തിയതാണ്. ആ ദൗത്യത്തിൽ അന്ന് അദ്ദേഹം നടത്തിയ ഇടപെടലൊക്കെ തന്നെയും നമ്മൾ കണ്ടതുമാണ്. അഭിലാഷ്, തുടരുക. ഏതായാലും ശിരൂരിൽ നമുക്ക് ആ ഓർമ്മ പുതുക്കേണ്ടത് തന്നെയാണ് അർജുൻ്റെ എന്നുള്ളതാണ്.